ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തുമ്പോൾ തന്നെ ആ വാഹനങ്ങൾ കൊണ്ടുവന്നിരുന്നത് കണ്ടെയ്നറുകളിലാണ്. അങ്ങനെ കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്ന വാഹനത്തിൻ്റെ അകത്തായിട്ട് ഉള്ളിലായിട്ട് തന്നെ ഈ ലഹരി ഉണ്ടായിരുന്നു. ലഹരിക്കടത്തും അതിൻ്റെ മറവിൽ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് NCBയും ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരശേഖരണം നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ റെയ്ഡുകളിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. കസ്റ്റംസ് ഓഫീസിലെത്തി അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് തുടങ്ങിയിരുന്നതാണ്. അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ റെയ്ഡുകളിലേക്ക് കടന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ECR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് റെയ്ഡുകളിലേക്ക് കടന്നുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡുകളാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലും അടക്കം നമുക്ക് റെയ്ഡുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കാർ ഡീലർമാരുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ തന്നെ റെയ്ഡുകൾ നടക്കുന്നത്. അങ്ങനെ 17 ഇടങ്ങളിലാണ് റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായിട്ടുള്ള വലിയ പരിശോധനകൾ നമ്മൾ കണ്ടിരുന്നതാണ്. നേരത്തെ ഒരു ദിവസം ഇത്തരത്തിലൊരു വാർത്ത വരുന്നു, ഇത്തരത്തിലൊരു വിവരം വരുന്നു. ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തൊട്ടാകെ തന്നെ പരിശോധനകൾ നടക്കുന്നു. അതിൽ തന്നെ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ അടക്കം പരിശോധന ഉണ്ടെന്നുള്ളതായിരുന്നു. എന്തായാലും പൃഥ്വിരാജിന്റെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നെങ്കിലും പിന്നീട് ആ സംശയങ്ങൾ അങ്ങനെ അത് ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടിയാണ് കസ്റ്റംസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ പൃഥ്വിരാജിന്റെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ദുൽഖർ സൽമാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തിന് നേരത്തെ തന്നെ കസ്റ്റംസ് പറഞ്ഞിരുന്നത് 4 വാഹനങ്ങളാണ് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കടത്തിയിരുന്നത്. അതിൽ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നതാണ്. തുടക്കത്തിൽ 2 വാഹനങ്ങളാണ് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് ഡിഫൻഡർ വാഹനം ഒപ്പം തന്നെ ലാൻഡ് ക്രൂയിസർ വാഹനവും പിടിച്ചെടുക്കുന്നു. അത് പിടിച്ചെടുത്തിട്ട് അതിൽ ഒരു വാഹനത്തിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളുള്ളതിനാൽ തന്നെ വീട്ടിൽ തന്നെ ഇടുന്നു. മറ്റൊരു വാഹനം ഡിഫൻഡർ വാഹനം കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് മറ്റൊരു വാഹനം കൂടി കഴിഞ്ഞ ദിവസം ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഒളിപ്പിച്ച നിലയിൽ കസ്റ്റംസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നത്. ആ വാഹനങ്ങൾ അടക്കമുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടായി കസ്റ്റംസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടുകൊടുക്കുന്നതിൽ പരിഗണിക്കണം. അതായത് ആ അപേക്ഷ ദുൽഖർ സൽമാനെ കസ്റ്റംസിന് കൈമാറാൻ കഴിയും. അങ്ങനെ കസ്റ്റംസിന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കസ്റ്റംസ് അപേക്ഷ പരിഗണിക്കണം. പരിഗണിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അപ്പലേറ്റ് അതോറിറ്റിയായ അഡീഷണൽ ഡയറക്ടർ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം. ഇനി മറിച്ചൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ വാഹനം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിപുലമായ റെയ്ഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മമ്മൂട്ടിയുടെ വീട്ടിലെ റെയ്ഡാണ്. കൊച്ചിയിലെ തന്നെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡുകളിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെ വീടും മറ്റൊന്ന് ഇളംകുളത്തുള്ള ദുൽഖർ സൽമാന്റെ വീടിന്റെ ദൃശ്യങ്ങളും കാണിക്കുന്നു. വാഹനങ്ങൾ കിടക്കുന്നത് ദുൽഖർ സൽമാന്റെ വീട്ടിലാണ്. മറ്റൊന്ന് പ്രേക്ഷകർ കാണുന്നത് പനമ്പള്ളി നഗറിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതാണ് വീടിന്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ. ഗേറ്റിനുള്ളിലുള്ള ദൃശ്യങ്ങൾ കാണുന്നത് പനമ്പള്ളിയിലെ ദൃശ്യങ്ങളാണ്. മറ്റൊന്ന് ദുൽഖറിന്റെ ഇളംകുളത്തെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ 2 ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. പരിശോധന തുടങ്ങിയിട്ടിപ്പോൾ 1 മണിക്കൂറോളം ആവുന്നു. ED രാവിലെ തന്നെ എത്തി പരിശോധന തുടങ്ങുകയായിരുന്നു. ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 3 വാഹനങ്ങൾ, അതിൽ 2 വാഹനങ്ങളുടെ കാര്യത്തിൽ ദുൽഖർ സൽമാന് തന്നെ പരാതിയില്ല എന്നാണ് ഇതിലെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ലാൻഡ് റോവർ ഡിഫൻഡർ അത് UK നിന്ന് റെഡ് ക്രോസിന് വേണ്ടി 2012 ഇറക്കുമതി ചെയ്ത വാഹനമാണെന്നും അത് തമിഴ്നാട് സ്വദേശി വാങ്ങി പല കൈകൾ മറിഞ്ഞാണ് തന്റെ കൈവശം എത്തിയതെന്നുമാണ് ഇന്നലെ ദുൽഖർ സൽമാന് വേണ്ടി അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചത്. അതിനെ തുടർന്നാണ് ആ വാഹനം വിട്ടുകൊടുക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാൻ കസ്റ്റംസിനെ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അത് വന്ന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.